Coming to the module 5 correlation analysis. Correlation കുറച്ച് പ്രോബ്ലംസ് മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തുള്ളൂ. ബാക്കി വാട്ട് എവർ ടോപ്പിക്സ് ദാറ്റ് യു സ്റ്റഡീഡ് ഇൻ മൊഡ്യൂൾ 3 അത് തന്നെ വീണ്ടും റിപ്പീറ്റേഷൻ ആണ് ഈ ചാപ്റ്ററിൽ. അപ്പോൾ അധികം കവർ ചെയ്യാനൊന്നുമില്ല ആക്ച്വലി. ഓക്കെ, so before moving to the correlation, let's know what is a linear relationship. Linear എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ it is a relationship between a variable and a constant. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് വരുത്തുക, y is equal to 2x plus 3 കണ്ടോ. അപ്പോൾ അതിൽ വൈയും എക്സും തമ്മിലുള്ള റിലേഷൻഷിപ്പും പ്ലസ് 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റും ആണല്ലോ. സോ വെനെവർ ദിസ് റിലേഷൻഷിപ്പ് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ എ ഗ്രാഫിക്കൽ ഫോർമാറ്റ്, ഗ്രാഫിൽ നമ്മൾ വരക്കുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇല്ലേ, ഏതായിരുന്നു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ? y is equal to 2x plus 3. y is dependent and x is independent. ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ഒപ്പം 2 എന്ന് ഞാൻ പറഞ്ഞില്ലേ, y is equal to 2x. ആ 2 എന്ന് പറയുന്നത് സ്ലോപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ സ്ലോപ്പ് കോഎഫിഷ്യൻ്റ് ആയിട്ട് ഇൻറ്റു ചെയ്തിട്ടാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഡിപെൻഡൻറ്റ് വേരിയബിൾ കിട്ടുന്നത്. ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. പിന്നെ ഒരു ലീനിയർ വൺ ഇക്വേഷൻ ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോളോ 3 ക്രൈറ്റീരിയാസ്. ആദ്യത്തെ എന്താണെന്ന് വെച്ചാൽ it must not consist more than 2 variables. ലീനിയർ റിലേഷൻഷിപ്പ് ആവണമെങ്കിൽ more than 2 വേരിയബിൾസ് പാടില്ല. രണ്ടാമത്തത് എല്ലാ വേരിയബിൾസും ഫസ്റ്റ് പവറിലാവണം. നോക്കിക്കേ, y സ്ക്വയറിനോ എക്സ് സ്ക്വയറിനോ ഞാനിവിടെ മെൻഷൻ ചെയ്തോ ഇല്ല, അതൊക്കെ ക്വാഡ്രാറ്റിക് ആണ്. ലീനിയർ ആണെങ്കിൽ y is equal to 2x. വൈയുടെ എക്സിൻ്റെ പവർ എന്തായിരിക്കണം? 1 ആയിരിക്കണം. പിന്നെ ഇത് പ്ലോട്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. സോ ദീസ് 3 കണ്ടീഷൻസ് ഹാവ് ടു ബി ഫോളോഡ് ഫോർ മെയിൻറ്റെയിനിങ് എ ലീനിയർ റിലേഷൻഷിപ്പ്. പിന്നെ ഇത് മാത്തമാറ്റിക്സിൽ പറയുവാണെങ്കിൽ ഇത് 2 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അഡിക്റ്റിവിറ്റി ആൻഡ് ഹോമോജിനിറ്റി. ഹോമോജിനിറ്റി മീൻസ് ഒരേപോലത്തെ എക്സും വൈയും ഒക്കെ യൂണിഫോം, വൈ സ്ക്വയർ അല്ല, എല്ലാം പവർ 1 തന്നെയാണ്. അഡിക്റ്റിവിറ്റി എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടാം, ആഡ് ചെയ്താൽ a plus b is equal to p plus a തിരിച്ചിട്ടാലും സെയിം തന്നെ ഇത് കിട്ടുള്ളൂ. പിന്നെ ലീനിയർ ഫംഗ്ഷൻ ഓൾസോ ഒബ്സർവ് ദ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നു പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടോട്ടാലിറ്റിയിലെ ഔട്ട്പുട്ട് നമ്മൾ നോക്കുമ്പോൾ ഈസ് ഈക്വൽ ടു ദ ഇൻഡിവിജ്വൽ ഇൻപുട്ടിൻ്റെ സം എടുക്കുന്നതും ഓൾ ടുഗെദർ എടുത്തിട്ട് സം കാണുന്നതിനും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് a പ്ലസ് ബി ചെയ്തിട്ട് കിട്ടുന്ന റിസൾട്ട് തന്നെയായിരിക്കും എയുടെ മാത്രം ചെയ്തു ബിയുടെ മാത്രം ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ഇതിനാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഒരു ലീനിയർ ഇക്വേഷൻ കാണിച്ചേക്കണോ, ഞാനിപ്പോൾ പറഞ്ഞ പോലെ y is equal to 2x plus 3. അവരെങ്ങനെ എഴുതിയേക്കണം? y is equal to mx plus b. അതിൽ x and y ആണ് അൺനോൺസ് അല്ലെങ്കിൽ 2 വേരിയബിൾസ്. അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നതാണ് m and b. m is known as സ്ലോപ്പ് എന്ന് പറയും, ആൻഡ് y ഇൻ്റർസെപ്റ്റിനെയാണ് b എന്ന് പറയുന്നത് കേട്ടോ. y ഇൻ്റർസെപ്റ്റിനെയാണ് b എന്ന് പറയുന്നത്. m കാൽക്കുലേറ്റ് ചെയ്യാൻ, സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യാൻ 2 പോയിൻറ്റ്സ് കിട്ടും, x1 y1 ഉം x2 y2. സ്ലോപ്പ് കാണാനുള്ള ഫോർമുല മാത്സിൽ പണ്ട് ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, y2 minus y1 by x2 minus x1. ഓക്കെ, ഇനി എക്സ് വാല്യൂ എങ്ങാനും 0 ആയി പോയാലൊന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ, y is equal to m into 0. അപ്പോൾ 0 ആയി പോകും അല്ലേ. അപ്പോൾ y എന്തായിട്ട് കിട്ടും? b ആയിട്ട് കിട്ടും. അപ്പോൾ സ്ലോപ്പ് 0 ആണെങ്കിൽ y ഇൻ്റർസെപ്റ്റായ b ആയിരിക്കും yയുടെ വാല്യൂ. അത്ര മാത്രം അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വാട്ട് ഈസ് റിഗ്രഷൻ, കോറിലേഷൻ എക്സെട്ര. റിഗ്രഷൻ ഡെഫിനേഷൻ എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇറ്റ് ഈസ് സിംപ്ലി the estimate or the prediction of an unknown value from the known value of the other variable. Estimation or prediction of an unknown value of a variable from the known value of the other variable. അപ്പോൾ ഇത് റെപ്രസെൻറ്റ് റിഗ്രഷൻ ഇക്വേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി y is equal to mx plus c എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. പ്ലസ് ഒരു മ്യൂവും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിന് എന്തെന്ന് പറയും? സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് വി ആഡഡ് ആൻ എറർ ടേം ടു ഇറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ? y is equal to 2x plus b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ്. അപ്പോൾ അതും കൂടി ആ പാരഗ്രാഫിൽ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. എറർ ടേം കണ്ട അവർ എഴുതിയിരിക്കുന്നത് y is equal to a1x plus a0 plus കെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ആൻ എറർ ടേം. ഓക്കെ, അപ്പം എറർ ടേം പ്രസൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മോഡൽ ഡിറ്റർമിനിസ്റ്റിക് ആണ്, നമുക്ക് എക്സിൻ്റെ വാല്യൂ മാത്രം മതി. എക്സിൻ്റെ ഇതുണ്ടെങ്കിൽ നമുക്ക് ആ വാല്യൂ ഓഫ് y കണ്ടുപിടിക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എറർ ടേം ഓൾസോ. സോ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ് ആക്ച്വലി റിഗ്രഷൻ എങ്കിലും റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എറർ ടേമും കൂടി സംടൈംസ് എഴുതാറുണ്ട് എന്നുള്ളതാണ്.
Okay, then comes the correlation definition. എന്താണ് correlation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ റിസൾട്ട് ഇൻ ചേഞ്ച് ഇൻ ദ അതർ. അതാദ്യം പറയുക. ഇറ്റ് ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ് എന്ന് പറയുക. ഇത് ഡിഗ്രി അളവ് എടുക്കാൻ വേണ്ടിയാണ്. ഹൗ മച്ച് ദ ടു വേരിയബിൾസ് ആർ കോറിലേറ്റഡ്. മെഷർ ചെയ്യും എത്രത്തോളം റിലേറ്റഡ് ആണ്, അതിൻ്റെ സ്ട്രെങ്ത് എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാക്കും. സോ ദ വാല്യൂ ഷുഡ് ലൈസ് ബിറ്റ്വീൻ കോറിലേഷൻ കോഎഫിഷ്യന്റ് വാല്യൂസ് എത്ര മുതലാണ് -1 to +1 ആയിരിക്കും. പിന്നെ if it is +1 it is perfectly positive correlated, -1 ആണെങ്കിൽ perfectly negative correlation. അതിൻ്റെ ഇടയിൽ വരുന്നത് പിന്നെ നമ്മൾ സ്ട്രോങ് വീക്ക് എന്നുള്ള രീതിയിൽ സ്പെസിഫൈ ചെയ്യും. if it is 0 there is no correlation. ഇത്രയും കാര്യങ്ങൾ വേണം ഇതിൽ പറയാനായിട്ട്. ഓക്കെ, ബേസിക് ചോദിക്കുമ്പോൾ എഴുതേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ദെൻ വാട്ട് ഈസ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ്. ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഡിപ്പെൻഡൻ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കത് കൂടുതലും ഗ്രാഫിക്കലിയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വിൽ ബി ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. ആ സ്ട്രെയിറ്റ് ലൈൻ അതാണ് റിഗ്രഷൻ ലൈൻ എന്ന് പറയുന്നത്. ആ റിഗ്രഷൻ ലൈനിൽ ഒരു ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ എത്രത്തോളം അത് ക്ലോസസ്റ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയാണ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സി ദേ ഹാവ് ഗിവൺ വൺ എക്സാമ്പിൾ. They have took a sample of 20 patients and identify the stress score and the BP റീഡിങ്, ബ്ലഡ് പ്രഷർ റീഡിങ് കൂടി നോക്കി. അപ്പോൾ അതിൽ ഏത് വാല്യൂ ആണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ? ഏതാ? ബ്ലഡ് പ്രഷർ അല്ലേ. BP ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ വാട്ട്? സ്ട്രെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഹാവ് ടു ബി ഷോൺ എവറി ടൈം ഇൻ ഹൊറിസോണ്ടൽ ആക്സിസ്. എക്സ് ആക്സിസിലാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കാണിക്കുന്നത്. വെർട്ടിക്കൽ ആക്സിസിലായിട്ട് ആരാണോ ഡിപ്പെൻഡൻറ്റ് അത് കാണിക്കുന്നു. എന്നിട്ട് ദേ ഹാവ് പ്ലോട്ടഡ് ദ 20 വാല്യൂസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഗ്രാഫ് ആൻഡ് സ്കാറ്റർ ഡയഗ്രാം കിട്ടി. ആ സ്കാറ്റർ ഡയഗ്രത്തിൽ നിന്നും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു റിഗ്രഷൻ സ്ട്രെയിറ്റ് ലൈൻ അവർ വരച്ചു. അപ്പോൾ എത്രത്തോളം ഡീവിയേഷൻ ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ദിസ് ഇസ് റിലീസ്ഡ് സ്ക്വയർ മെത്തേഡ്. അടുത്തത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ കോറിലേഷനാണ് പറയുന്നത്, അസോസിയേഷൻ ബിറ്റ്വീൻ ടു കണ്ടിന്യൂസ് വേരിയബിൾ. അതിനുശേഷം നമ്മൾ റിഗ്രഷൻ വീണ്ടും പറയുന്നുണ്ട്. സോ അതിൽ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് നോക്കുക. ദാറ്റ് ഈസ് ഇൻ 5.2 സെക്കൻഡ് പാരഗ്രാഫ്. റിഗ്രഷൻ മിഡിലായിട്ട് വരുന്നുണ്ട്. റിഗ്രഷൻ അനാലിസിസ് ഇസ് എ റിലേറ്റഡ് ടെക്നിക് ടു അസസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ ഔട്ട്കം വേരിയബിൾ ആൻഡ് വൺ ഓർ മോർ റിസ്ക് ഫാക്ടേഴ്സ് ഓർ കൺഫൗണ്ടിങ് വേരിയബിൾസ്. ഔട്ട്കം വേരിയബിൾ എന്ന് പറയുന്നതാണ് വൈ. റെസ്പോൺസ് ഓർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് നമ്മൾ പറയും. റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് കൺഫൗണ്ടേഴ്സ് എന്ന് പറയുന്നതാണ് പ്രഡിക്റ്റേഴ്സ്, അതായത് എക്സ്, എറർ അങ്ങനെയൊക്കെ വരുന്നതാണ് എക്സ്പ്ലനേറ്ററി ഓർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ വൈ ആയിട്ടും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എക്സ് ആയിട്ടും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സംടൈംസ് നല്ല 2 മാർക്സിന് വേണമെങ്കിൽ ഇതൊക്കെ ചോദിക്കാം, അതുകൊണ്ടാണ് അതും കൂടി എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ വൺസ് അഗൈൻ ദ കോറിലേഷൻ അനാലിസിസ് നമ്മൾ കാൽപിയസൻ വെച്ചിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വാല്യൂ ഷുഡ് ലൈസ് ബിറ്റ്വീൻ -1 and +1. പിന്നെ അവർ അതിൻ്റെ ഒരു ഡയറക്ഷനും സ്ട്രെങ്ത്തും കാണിക്കുന്നു. ഡയറക്ഷൻ മീൻസ് വാട്ട്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. സ്ട്രെങ്ത് മീൻസ് എത്രത്തോളം ഹൈ, മീൻസ് 0.9, 0.2, -0.2 ഇങ്ങനെയൊക്കെ രീതിയിലാണ് അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ദേ ഹാവ് ഷോൺ സം ഫിഗേഴ്സ്. കണ്ടോ, സ്ട്രോങ് പോസിറ്റീവ് ഫിഗർ കണ്ടോ, മേളിലോട്ട് പോകുന്നു. വീക്ക് പോസിറ്റീവ്, ആക്ച്വലി ഇറ്റ്സ് മൂവിങ് അപ്വേർഡ്സ് ബട്ട് ഇറ്റ്സ് സ്കാറ്റേർഡ് അല്ലേ, ഒരു കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടൊന്നും ആവുന്നില്ല. തേർഡ് ഫിഗർ ഡസൻറ്റ് ഷോ എനി റിലേഷൻ, നോ കോറിലേഷൻ. നമുക്ക് മേളോട്ടോ താഴത്തോട്ടാണോ എന്ന് പറയാൻ പറ്റാത്ത ഒരു രീതിയിൽ കറക്റ്റായിട്ട് താഴത്തേക്ക് പോകുന്നതാണ് ഫോർത്ത് ഫിഗർ. ദാറ്റ് ഷോസ് എ സ്ട്രോങ് നെഗറ്റീവ്. അപ്പോൾ ഇത്രയും കാര്യം ഒന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ ദ റൈറ്റ് സൈഡ് യു ക്യാൻ സീ വൺ എക്സാമ്പിൾ ഗെസ്റ്റേഷണൽ ഏജ് ആൻഡ് ബർത്ത് വെയ്റ്റ് ദാറ്റ് വി ഹാവ് ഓൾറെഡി ഡിൻ ഇൻ അവർ നോട്ട്ബുക്ക്. എന്താണ് രണ്ട് കോറിലേഷൻ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ വൺസ് അഗൈൻ ഐ എം റിമൈൻഡിങ് യു അബൌട്ട് ദ കോറിലേഷൻ. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാം ഒന്നും കൂടി അതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. പല ടൈപ്സ് ഓഫ് കോറിലേഷൻ, ഇതൊക്കെ ജനറൽ ഐഡിയ ആയിട്ട് കോറിലേഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ എഴുതേണ്ടതാണ്. സെയിം ഡയറക്ഷനിൽ പോകുമ്പോഴാണ് പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നെഗറ്റീവ്. സ്ട്രെയിറ്റ് ലൈൻ കിട്ടുവാണെങ്കിൽ ലീനിയർ, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് വി ആർ ഗെറ്റിംഗ് എ സ്ട്രെയിറ്റ് ലൈൻ. അതർവൈസ് ഇറ്റ് ഈസ് എ കർവ് ഷേപ്പ്, സോ ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ് ഓർ വി കോൾ ഇറ്റ് ആസ് എ നോൺ ലീനിയർ. ഇഫ് ദർ ആർ ഓൺലി 2 variables we call it as a simple. More than 2 variables it is multiple. Even though if we have multiple variables and we are selecting only 2 from that, then it is known as partial. പിന്നെ methods, we have 2 methods. One is graphical method and the other one is algebraic. Graphical means full figure type, diagrathilode അല്ലെങ്കിൽ free hand curve scatter diagram what we have just explained in the previous slide. Algebraic ആണെങ്കിൽ all we are doing with the formula wise, because graphical നമുക്ക് ജസ്റ്റ് എത്ര പോസിറ്റീവ് ആണോ നെഗറ്റീവ് ഡയറക്ഷൻ മാത്രമേ അറിയുള്ളൂ. വി ഡോണ്ട് നോ ദ സ്ട്രെങ്ത്. അപ്പോൾ ആ സ്ട്രെങ്ത് അറിയാനാണ് വി ആർ യൂസിങ് ദ algebraic method here. Okay,
Algebraic method, Carl Pearson, Spearman's and concurrent deviation. These are the three methods. These formulas already are studied in Stat. R is equal to Carl Pearson formula n sigma xy minus sigma x sigma y divided by root of n sigma x square minus sigma x the whole square into root of n sigma y square minus sigma y the whole square. The deviation anengil x and y have to be replaced with dx and dy, where dx is x minus x bar. Speed പറയുന്നത് ഇതെല്ലാം നമ്മൾ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ. R value should lies between minus and plus 1. 0 ആണെങ്കിൽ no correlation. Y bar x bar എന്ന് പറയുന്നത് average ആണ്. Total of x divided by n, total of y by divided by n ഈ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. The second method, Spearman's rank correlation. If the rank has been given to you, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? Judgment rho is equal to, അത് നമ്മൾ ചെയ്ത ആ പ്രോബ്ലം, rho is equal to 1 minus 6 sigma d square by n into n square minus 1. Tie ഉണ്ടെങ്കിൽ there is a slight change in the formula. നമ്മൾ m cube minus m by 12 കൂടി അതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. Concurrent deviation actually it's not there in your syllabus. പിന്നെ they have in the same textbook തന്നിരിക്കുന്ന ഒരു സെയിം ക്വസ്റ്റ്യൻ, ഒരു 2 സീരീസിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം അവർ ചെയ്തിട്ടുണ്ട്. See, in the previous page first series ഇതിൽ second series തന്നിട്ടുണ്ട്. We have calculated x ഉം y ഉം അറിയാമെങ്കിൽ xy, x square, y square 5 columns are required. അതിൻ്റെ എല്ലാം സം കണ്ട് we have applied that in നമ്മൾ പഠിച്ച ഫോർമുലയിൽ തന്നെ അപ്ലൈ ചെയ്ത് we got the result as 0.881. അത് ഓർത്തിരിക്കുക, 0.881. ഓക്കെ, ഫിഗേഴ്സ് വലുതാണെങ്കിൽ we can apply the deviation method. അങ്ങനെ സെക്കൻഡ് സീരീസ് കാൽക്കുലേറ്റ് ചെയ്തു, we got the result as minus 0.004 എന്നുള്ള റിസൾട്ടും നമുക്ക് കിട്ടി. So the same correlation coefficient ഇതല്ലാതെ നമ്മുടെ ഇപ്പോഴത്തെ QT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പുതിയ ഫോർമുലാസ് വെച്ചൊന്നും നമ്മൾ ട്രൈ ചെയ്യുവാണ്. So the formula of R is covariance of x comma y divided by sx square into sy square, where sx and sy are the sample variance. x square വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. സിംപ്ലി sx ആണെങ്കിൽ ഇറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്ക്വയർ ഉണ്ടെങ്കിൽ നോൺ ആസ് ദ വേരിയൻസ്. കോവേരിയൻസ് കാണാനുള്ള ഫോർമുല, കോവേരിയൻസ് കാണുന്ന മുമ്പായിട്ട് ഞാൻ എസ് എക്സ് സ്ക്വയർ പറഞ്ഞുതരാം. എസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? വേരിയൻസ് അല്ലേ, വ്യത്യാസം, എക്സും എക്സ് ബാറും തമ്മിലുള്ള വ്യത്യാസം. സോ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1. എസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ മൈനസ് 1. ആ ഫോർമുല മനസ്സിലായല്ലോ. എക്സ് ആണെങ്കിൽ എക്സ് മാത്രം വരും, ഡിനോമിനേറ്റർ സെയിം എൻ മൈനസ് 1. പിന്നെ എക്സിനെ റീപ്ലേസ് ചെയ്ത് വൈ ആക്കിയിട്ടുണ്ടെങ്കിൽ എസ് വൈ സ്ക്വയർ കിട്ടും. ഇനി ഇത് രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ് കോവേരിയൻസ് എന്ന് പറയുന്നത്. ഡിനോമിനേറ്റർ സെയിം തന്നെ എൻ മൈനസ് 1. മേളിൽ ഒരു എക്സ് മൈനസ് എക്സ് ബാറും എടുക്കും, ഒരു വൈ മൈനസ് വൈ ബാറും എടുക്കും, അവർ തമ്മിൽ ഇൻറ്റു ചെയ്തതിൻ്റെ ടോട്ടൽ. ഓക്കെ, അപ്പം ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കോളംസ് വേണം? ആദ്യം തന്നെ തന്നിരിക്കുന്ന എക്സ് വാല്യൂവിൻ്റെ എക്സ് ബാർ കാണാം, വൈ വാല്യൂവിൻ്റെ വൈ ബാർ കാണാം. ശേഷം അവർ തമ്മിലുള്ള ഡീവിയേഷൻ കാണുന്നതാണ് എക്സ് മൈനസ് എക്സ് ബാറും വൈ മൈനസ് വൈ ബാറും. പിന്നെ ആ എക്സ് മൈനസ് എക്സ് ബാറും വൈ മൈനസ് വൈ ബാറും കൂടി ഇൻറ്റു ചെയ്യണ ഒരു കോളം വേണം. എക്സ് മൈനസ് എക്സ് ബാറിനെ സ്ക്വയർ ചെയ്യുന്നത് വേണം, വൈ മൈനസ് വൈ ബാറിനെ സ്ക്വയർ ചെയ്യുന്നത് വേണം. അതാണെങ്കിൽ ഈ ഫുൾ സംഭവം നമുക്ക് കിട്ടും. ആഫ്റ്റർ ഗെറ്റിംഗ് ദീസ് 3 values you can substitute in the R formula. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് പ്രോബ്ലം ചെയ്തത് ഓർമ്മയുണ്ടല്ലോ, R, അത് വെച്ച് നമുക്ക് ഈ മെത്തേഡിലൂടെ ചെയ്ത് നോക്കാം. See, for the above series they have calculated the same problem. First സീരീസിന് സെയിം പ്രോബ്ലം കോവേരിയൻസ് വെച്ചിട്ടുള്ള ഫോർമുല വെച്ച് അവർ ചെയ്ത് എക്സ് ബാർ വൈ ബാർ കോവേരിയൻസ് വരെ ഈ സ്ലൈഡിൽ കണ്ടുപിടിച്ചു. Then sx square, sy square everything they calculated and substituted in R. ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞ ഒരു ആൻസർ ഒന്ന് നോട്ട് ചെയ്തെടുക്കാൻ, 0.881. The same answer you got here also. So whichever method it's not a problem. നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. നെക്സ്റ്റ് റാങ്കോ ജഡ്ജ്മെൻറ്റോ അങ്ങനത്തെ കേസൊക്കെ തരുവാണെങ്കിൽ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനാണ് ചെയ്യേണ്ടത്. സംടൈംസ് റാങ്ക് ആയിരിക്കില്ല തരുന്നത്, പകരം മാർക്സ് ആയിരിക്കും. സോ യു ഹാവ് ടു കൺവേർട്ട് ദ ഗിവൺ മാർക്സ് ഇൻ ടു റാങ്ക് ഫോം. അതെല്ലാം ഞാൻ പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ചെയ്തിട്ട് ഫോർമുല അപ്ലൈ ചെയ്യുക. റോ ഇസ് ഈക്വൽ ടു 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ ഇൻറ്റു എൻ സ്ക്വയർ മൈനസ് 1 ഫോർമുല ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കിട്ടുന്ന ആൻസർ ഉണ്ടോ? 0.37. So marks are not given, convert it into rank form. Tie ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ you have to apply another formula with the usage of m. Okay. Next, when we call a linear regression as a simple one, വേറെ ഒന്നുമില്ല, it's specified in the second paragraph of this slide. When there is a single continuous dependent variable, that is in your page number 5.9. Okay. ഒരൊറ്റ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്നതാണ് സിമ്പിൾ. നമ്മൾ പഠിച്ചു ടൈപ്സ് ഓഫ് കോറിലേഷനിൽ സിമ്പിൾ എന്താണെന്ന് പറഞ്ഞില്ല, അതേപോലെ തന്നെ റിഗ്രഷനിലോട്ടും കയറിയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. സോ ദിസ് ഈസ് യുവർ പേജ് 5.11. ഇതിൽ ദേ ഹാവ് ഷോൺ എ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ കാണുന്നുണ്ടോ? സെക്കൻഡ് പാരഗ്രാഫിൽ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ, ദാറ്റ് ഇസ് y is equal to
B0 പ്ലസ് B1x അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ MX പ്ലസ് C എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എക്സിൻ്റെ കൂടെയുള്ളതാണ് സ്ലോപ്പ്, B0 ഇസ് ദ ഇൻ്റർസെപ്റ്റ്. ഈ വൈയുടെ മേലൊരു ക്യാപ്പ് പോലെ ഇട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദാറ്റ് ഇസ് ദ എക്സ്പെക്റ്റഡ് ഓർ പ്രഡിക്റ്റഡ് വാല്യൂ. എക്സ് എന്ന് പറയുന്നത് പ്രഡിക്റ്റർ, അത് ഇടുമ്പോഴാണ് നമുക്ക് വി ആർ ഗെറ്റിംഗ് വാട്ട് വൈ. ദ അതർ ടൂസ് ആർ B1 ആസ് എ സ്ലോപ്പ് ആൻഡ് B0 ഇസ് എ വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഈ ഒബ്സർവ്ഡ് അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യേണ്ട ഇതിനെയാണ് വൈ ക്യാപ്പ് എന്ന് പറയുന്നത്. ഒബ്സർവ്ഡ് ആയിട്ടുള്ളത്, ഓക്കെ, ഇത് എക്സ്പെക്റ്റഡ്. വൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഓർ പ്രഡിക്റ്റഡ്. വൈ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ്, ശരിക്കും വൈ വാല്യൂ വരേണ്ടത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒബ്സർവ്ഡും പ്രഡിക്റ്റഡ് വാല്യൂസും തമ്മിലുള്ള difference, squared difference between the observed, y means observed, y cap is the predicted, square difference between the observed and predicted value ൻ്റെ അത് റിഡ്യൂസ് ചെയ്യുക എന്നുള്ളത് ആരുടെ ജോലിയായി? സ്ലോപ്പിൻ്റെയും വൈ ഇൻ്റർസെപ്റ്റിൻ്റെയും ജോലിയാണ്. മിനിമൈസ് ആക്കുക. ഇതിനെയാണ് റെസിഡ്യൂ എന്ന് പറയുന്നത്. കാരണം ഡീവിയേഷൻ വരാൻ പാടില്ല, അത് കുറവാക്കണം. കുറവായെങ്കിലേ എറർ കുറവാവുള്ളൂ. അല്ലെങ്കിൽ എന്താ ഒത്തിരി നമ്മൾ ഒബ്സർവ് ചെയ്തതും പ്രഡിക്റ്റ് ചെയ്തതും തമ്മിലുള്ള ഒത്തിരി ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ എറർ അല്ലേ. So these differences between observed and predicted values of the outcome are called residuals. Estimate of the y-intercept and slope minimize the sum of the squared residuals. ഇവരും ഈ റെസിഡ്യൂവിനെ അളവ് കുറയ്ക്കും. അതിനെയാണ് ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, സ്ക്വയേഴ്സിനെ ലീസ്റ്റ് ചെയ്യുക. Based on the observed data, the best estimate of a linear relationship will be obtained from an equation for the line that minimizes the differences between observed and predicted value. ഇത് ഏറ്റവും കുറവാവുകയാണെങ്കിൽ ബെസ്റ്റ് ലൈൻ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, റിഗ്രഷൻ ലൈൻ ബെസ്റ്റ് ആയിട്ട് കിട്ടും. ഇനി സംടൈംസ് the x may be 0, അങ്ങനെയാണെങ്കിൽ y ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും വൈയുടെ വാല്യൂ, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈയുടെ വാല്യൂ. ഇനി അതിൽ പറഞ്ഞ സ്ലോപ്പും ഇൻ്റർസെപ്റ്റും കാണാനുള്ള ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B1 is equal to R sy by Sx. And B0 is, after getting this B value, substitute in y bar minus B1 x bar. Okay, അപ്പോൾ R അറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് y ആൻഡ് x അറിയാമെങ്കിൽ B1 കിട്ടും. ആഫ്റ്റർ ഗെറ്റിംഗ് B1 സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ B0 y bar minus B1 x bar. അതും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറിലേക്ക് ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ഇസ് അബൌട്ട് ടി ടെസ്റ്റ് ഓർ ടി സ്റ്റാറ്റിസ്റ്റിക്. ഓക്കെ, ടി ടെസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിവിജ്വൽ സ്ലോപ്പ് കോഎഫിഷ്യൻറ്റിനെ ടെസ്റ്റ് ചെയ്യാനാണ്, അതിലത്തെ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യാനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അല്ലാത്ത ടൈമിൽ മോർ ദാൻ വൺ കോഎഫിഷ്യൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എഫ് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ദ ടി ടെസ്റ്റ് ഇസ് വെരി ഈസി ടു യൂസ് ബിക്കോസ് ഏതെങ്കിലും മെഷർമെൻറ്റിലെ ഡിഫറൻസസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലെ ഉണ്ടെങ്കിൽ ഇതാണ് എപ്പോഴും കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. പിന്നെ സ്റ്റോക്ക് എറർ നോർമലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ ഫുൾ എക്കണോമെട്രിക്സിൽ കൂടുതലും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ടി ടെസ്റ്റാണെന്നാണ് പറയുന്നത്. സോ ദേ ആർ ഗിവൺ എ മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇക്വേഷൻ. സിമ്പിൾ ലീനിയർ അല്ല. സിമ്പിൾ ലീനിയർ ആണെങ്കിൽ ദേ ഷോ ഓൺലി 2 വേരിയബിൾസ് അല്ലേ, ജസ്റ്റ് B0 പ്ലസ് B1 x പ്ലസ് എറർ. ഇവിടെ വി ഹാവ് β0 പ്ലസ് β1 x1 പ്ലസ് β2 x2 പ്ലസ് ആൻ എറർ ടേം. അങ്ങനെയാണ് y തന്നിരിക്കുന്നത്. ഇതിൻ്റെ ടി വാല്യൂ കാണാനുള്ള ഫോർമുല ഇതാണ്. ഏതെങ്കിലും ഒരു ബി വാല്യൂ, ഇറ്റ്സ് നോട്ട് സ്പെസിഫൈഡ് ആക്ച്വലി, ബി വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതോ ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരു BK മൈനസ് BH0, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നൾ ഹൈപ്പോത്തസിസ്. ആ നൾ ഹൈപ്പോത്തസിസുമായിട്ട് ഏതെങ്കിലും ഒരു റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുമായിട്ടുള്ള ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ ദ സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദി BK, ഏതാണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് അത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ B2 ആണ് കാണണമെങ്കിൽ B2 മൈനസ് β2 മൈനസ് BH0 ഡിവൈഡഡ് ബൈ SE ഓഫ് β2. ഇങ്ങനെയാണ് ടി വാല്യൂ കണ്ടുപിടിക്കുന്നത്. അതിൽ βK എന്ന് പറഞ്ഞാൽ അതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് അല്ലേ. കണ്ടുപിടിക്കുന്നതിൻ്റെ മുകളിലാണ് നമ്മൾ എന്തിടുന്നത്? ഒരു ക്യാപ്പ് പോലെ ഇടുന്നത്. അതിലവർ പറഞ്ഞിട്ടുണ്ട് ഹാറ്റ് എന്ന് പറഞ്ഞത്. നൾ ഹൈപ്പോത്തസിസ് എപ്പോഴും സെറ്റ് ചെയ്യുന്നതാണ്. അതോ മിക്കവാറും ഒരു ബോർഡർ വാല്യൂ അല്ലെങ്കിൽ 0 ആയിട്ട് എപ്പോഴും സെറ്റ് ചെയ്യും. അപ്പോൾ ആ 0യിൽ നിന്നും വരുന്ന ഡീവിയേഷനാണ് അവരെപ്പോഴും നോക്കുന്നത്. ഓക്കെ, അപ്പോൾ BKയും സ്റ്റാൻഡേർഡ് എററും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അതായത് എസ്റ്റിമേറ്റഡ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ദ കേത്ത് വേരിയബിളും സ്റ്റാൻഡേർഡ് എററും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ചെയ്യും വെദർ ടു ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് ദിസ് ടി ടെസ്റ്റ്. അതിന് വേണ്ടി ഒരു എക്സാമ്പിൾ കൊടുത്താണ്ടോ, ബോർഡർ വാല്യൂ ദെൻ ബിക്കംസ് H0. ഫോർ എക്സാമ്പിൾ നൾ ഹൈപ്പോത്തസിസ് പറഞ്ഞാൽ എന്താ? ബീറ്റ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. അതർവൈസ് ദ ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് ലെസ് ദാൻ 0 ആയിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ once again they are given the formula. If suppose the null hypothesis is 0, എങ്ങനെയാണെങ്കിൽ ഫോർമുല ഇച്ചിരി റെഡി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? βK ബൈ SE ബൈ βK എന്നുള്ളത്. ഇതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് പല ഒബ്സർവേഷനിലും. ഓക്കെ,
Next is how can you identify the critical t-value and how you are going to take the decision based on that. അപ്പം ഒരു ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്തത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കണം ഇസ് ബേസ്ഡ് ഓൺ ദ ടി വാല്യൂ ദാറ്റ് യു ഹവ് കാൽക്കുലേറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ ആക്സെപ്റ്റൻസ് റിജക്ഷൻ റീജിയനിൽ ഈ വാല്യൂ ലൈ ചെയ്യും ആക്ച്വലി. അപ്പോൾ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത് ടി സി എന്ന് പറയുന്നത് ഇസ് ടേക്കൺ ഫ്രം ദ ടി ടേബിൾ. അതിൽ ആ ടെസ്റ്റിൽ നമ്മൾ കുറേ കണ്ടീഷൻസ് നോക്കേണ്ടത് അത് വൺ സൈഡഡ് ഓർ ടു സൈഡഡ്. ദ അതർ നെയിം ഇസ് വൺ ടൈൽഡ് ഓർ ടു ടൈൽഡ് ആണോ നോക്കും. എന്താ ഈ വൺ ടൈൽഡ് ആൻഡ് ടു ടൈൽഡ്? വൺ ടൈൽഡ് ആണെങ്കിൽ either this null hypothesis greater than this much അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് മാത്രമേ പറയുള്ളൂ. ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 5 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 2 എന്ന് അങ്ങനെയൊക്കെ പറയുന്നതാണ്. ടു സൈഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും കാണിക്കും, രണ്ട് സൈഡ് ലിമിറ്റും കാണിക്കും. അതായത് ഇന്ന മുതൽ ഇന്ന വരെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ -2 to 2 വരെ രണ്ട് സൈഡും കാണിക്കുന്നതാണ് ടു സൈഡഡ് അല്ലെങ്കിൽ ടു ടൈൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ ടു ടൈൽഡ് ആണോ വൺ ടൈൽഡ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യും. സെക്കൻഡ്ലി ദ ലെവൽ ഓഫ് ടൈപ്പ് 1 എറർ. ടൈപ്പ് 1 എററാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് സ്പെസിഫൈ ചെയ്യുന്നത്. ടൈപ്പ് 1 എറർ എന്താ? നൾ ഹൈപ്പോത്തസിസ് എന്താ ട്രൂ ആയിട്ടും റിജക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളതും കൂടി നോക്കും. സോ അതിനെ പറയുന്ന പേരാണ്, അത് ബേസ്ഡ് ഓൺ വാട്ട്? ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണേ? n-k-1. അതിൽ n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഒബ്സർവേഷൻ മൈനസ് എത്ര കോഎഫിഷ്യൻ്റ് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്, അതാണ് k, പിന്നെ -1. ആ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡത്തിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ വാല്യൂ, ടേബിൾ വാല്യൂ അസ്യൂം ചെയ്യണത്. അപ്പോൾ ടൈപ്പ് 1 എറർ എത്രത്തോളം ഉള്ളതാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അപ്പോൾ ആഫ്റ്റർ ദ കാൽക്കുലേറ്റഡ് പിന്നെ നമ്മളെന്താ സാധാരണ ഈ ടി ടെസ്റ്റ്, ഇപ്പോൾ ഞാൻ നേരത്തെ ഫോമുല പറഞ്ഞില്ലേ, അതിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ടി വാല്യൂ TK. ടേബിളിൽ നിന്ന് കാണുന്നതാണ് TC, ക്രിട്ടിക്കൽ വാല്യൂ. ഇത് രണ്ടും ചെയ്തിട്ട് കാൽക്കുലേറ്റഡ് വാല്യൂ ഗ്രേറ്റർ ആകാൻ പാടില്ല. ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടേബിൾ വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും ഹൈപ്പോത്തസിസ്. അത് മാത്രം ഓർത്താൽ മതി. കാൽക്കുലേറ്റഡ് വാല്യൂ ടേബിൾ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല, കൂടിയാൽ റിജക്റ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഡെസിഷൻ. ഓക്കെ, അപ്പോൾ അത് തന്നെ എന്തെങ്കിലും ഫുള്ള് സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെ അതിൽ വരുന്ന ഒരു പ്രോബബിലിറ്റി വാല്യൂ, ടി ടെസ്റ്റിൽ വരുന്ന ഒരു പ്രോബബിലിറ്റി വാല്യൂ ആണ് പി വാല്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാർജിനൽ സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറയും. പി വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വാല്യൂ ഫോർ എ ടി സ്കോർ ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഒബ്സർവിങ് എ ടി സ്കോർ ദാറ്റ് സൈസ് ഓർ ലാർജർ ഇഫ് ദ നൾ ഹൈപ്പോത്തസിസ് വെർ ട്രൂ. അപ്പം അതിൽ വരുന്ന ഒരു പ്രോബബിലിറ്റി, ടി സൈസ് ലാർജർ ആണെങ്കിലും അല്ലെങ്കിൽ സൈസ് കൂടുതലാണെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പി വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ ആക്ച്വൽ ടി സ്കോർ ആൻഡ് ഇൻഫിനിറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ പി വാല്യൂ ചെറുതാണെങ്കിൽ, ലോ പി വാല്യൂ ആണെങ്കിൽ നമ്മൾ ആ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും, അങ്ങനെ നമുക്ക് പറയാം. സോ ഈ പി വാല്യൂ ഇസ് എ പ്രോബിലിറ്റി, സോ ഇറ്റ് റൺസ് ഫ്രം 0 to 1. കാരണം പ്രോബിലിറ്റിയുടെ വാല്യൂ എന്താ? 0 to 1 വരെ അല്ലേ. It tells us the lowest level of significance at which we could reject the null hypothesis. അപ്പോൾ അതാണെങ്കിലും സുഖമാണ്. പി വാല്യൂ ചെറുതാണെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും ഹൈപ്പോത്തസിസ്. അങ്ങനെ നമുക്ക് ഡിസിഷൻ എടുക്കാം. കണ്ടോ, അവരതിൽ പറഞ്ഞേക്കണുണ്ടോ? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%, പി വാല്യൂ 0.05 കുറവാണെങ്കിൽ then you can reject null hypothesis. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ? പി വാല്യൂ യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈസി ടു യൂസ്. കാരണം നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കാം. ഒരു ഫോഴ്സ് ചെയ്തൊരെണ്ണം പറയുന്നേക്കാളും കറക്റ്റാണ്. പിന്നെ സ്ട്രെങ്ത് എത്രത്തോളം, ഏത് ഇതിലാണ് റിജക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അവർ പറഞ്ഞുതരും. ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ 0.05 താഴെ, അങ്ങനെ അവരത് പറഞ്ഞു തരും. ദീസ് ആർ ദ 2 അഡ്വാൻറ്റേജസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ റിഗ്രഷൻ ലൈൻ പറയുന്ന പോലെ തന്നെയാണ്. അതായത് നമ്മൾ ആ ഒബ്സർവ്ഡ് വാല്യൂസും എക്സ്പെക്റ്റഡ് വാല്യൂസും തമ്മിലുള്ള പ്രഡിക്റ്റ് ചെയ്യും ഡിഫറൻസ്. ആൻഡ് ഇഫ് ദോസ് ഡിഫറൻസസ് കുറവാണെങ്കിൽ നമ്മൾ ആ ലൈനോട് മോർ ക്ലോസർ ആയിരിക്കും. Okay, so linear regression calculates an equation that minimizes the distance between fitted line and all of the data points. അപ്പോൾ OLS actually ഈ റെസിഡ്യൂ, അതായത് predicted minus expected, observed minus expected ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ ചെയ്യുന്നതിനാണ് റെസിഡ്യൂൽസ് എന്ന് പറയുന്നത്. അത് ഡിഫറൻസ് കുറവാണെങ്കിൽ, വെരി സ്മോൾ ആൻഡ് അൺബയസ്ഡ് ആണെങ്കിൽ മോഡൽ ഫിറ്റ്സ് ദ ഡാറ്റ. അപ്പോൾ ഇറ്റ് ഈസ് നോൺ ആസ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എത്രത്തോളം ഡാറ്റ ക്ലോസർ ആണ് ആ ഫിറ്റഡ് റിഗ്രഷൻ ലൈനിലേക്ക്, ഹൗ ക്ലോസ് ദ ഡാറ്റ, അതിന് വേണ്ടിയിട്ട് ചെക്ക് ചെയ്യുന്നതാണ് R², അഡ്ജസ്റ്റഡ് R² എന്നൊക്കെ പറയുന്നത്. ദീസ് തിങ്സ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ മൊഡ്യൂൾ 3. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യം കൂടി നിങ്ങൾക്ക് R² ചോദിക്കുമ്പോൾ അവിടെ എഴുതാം, ഇതിലും എഴുതാം.
സോ ആർ സ്ക്വയർഡ് യൂസ് ചെയ്യുന്നത് ഹൗ ക്ലോസ് ദ ഡാറ്റ ടു ദ റിഗ്രഷൻ ലൈൻ, അതിന് വേണ്ടിയിട്ടാണ്. ഡാറ്റ എത്രത്തോളം ഈ റിഗ്രഷൻ ലൈന് ക്ലോസർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർ സ്ക്വയർഡ് യൂസ് ചെയ്യണം. ഓർ അതർ നെയിം ഇസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ഓർ കോഎഫിഷ്യൻ്റ് ഓഫ് മൾട്ടിപ്പിൾ ഡിറ്റർമിനേഷൻ ഫോർ മൾട്ടിപ്പിൾ റിഗ്രഷൻ. ആർ സ്ക്വയർഡ് കാണുന്ന ഫോമിൽ എന്താ, എക്സ്പ്ലെയിൻഡ് വേരിയേഷൻ ബൈ ടോട്ടൽ വേരിയേഷൻ ആണ്. അത് രണ്ട് രീതിയുണ്ട്. 0%ൻ്റെയും 100% ഇടയിലാണ്. 0% ആണെങ്കിൽ വേരിയബിലിറ്റി എത്രത്തോളം ആണെന്നുള്ളത് അവർ പറയത്തേയില്ല. ഇത് മറ്റേ 100% ആണെങ്കിൽ ഓൾ ദ വേരിയബിലിറ്റി ഓഫ് ദ റെസ്പോൺസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഹയർ ദ ആർ സ്ക്വയർ ആണെങ്കിൽ ബെറ്റർ ദ മോഡൽ, കാരണം എല്ലാ വേരിയൻസും പറഞ്ഞു തരണുണ്ടല്ലോ, മോർ ഇറ്റ് ഫിറ്റ്സ് ദ ഡാറ്റ. ദെൻ ദേ ഹാവ് ഷോൺ ടു ആർ സ്ക്വയർഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. പക്ഷെ ഒരു ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എത്രത്തോളം ക്ലോസ്ഡ് ആണെന്ന് പറയും, പക്ഷെ ബയസ്ഡ് ആണോ അൺബയസ്ഡ് ആണോ എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ് ആർ സ്ക്വയറിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ഇസ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ. അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എന്താ അതിൻ്റെ മോഡിഫൈഡ് വേർഷൻ ഓഫ് ആർ സ്ക്വയർഡ് ആണ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിൽ എത്ര പ്രഡിക്റ്റേഴ്സ് വന്നു എന്നുള്ള രീതിയിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ദ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർഡ് ഇൻക്രീസസ് ഓൺലി ഇഫ് ദ ന്യൂ ടേം ഇംപ്രൂവ്സ് ദ മോഡൽ മോർ ദാൻ വുഡ് ബി എക്സ്പെക്റ്റഡ് ബൈ ചാൻസ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ അതിൽ ഏതെങ്കിലും ഒരു പുതിയ പ്രഡിക്റ്റർ മോഡലിനെ ഇംപ്രൂവ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ ഇൻക്രീസ് ആവും. ഡിക്രീസസ് ആവുന്നത് അതേപോലെ തന്നെ നമ്മൾ എത്രയാണോ എക്സ്പെക്റ്റ് ചെയ്തത് അതിനേക്കാളും കുറവായിട്ടാണ് അവർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ കണ്ടോ, ഇറ്റ് ഡിക്രീസസ് വെൻ എ പ്രഡിക്റ്റർ ഇംപ്രൂവ്സ് എ മോഡൽ ബൈ ലെസ് ദാൻ എക്സ്പെക്റ്റഡ് ബൈ ചാൻസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റഡ് സ്ക്വയർ ക്യാൻ ബി നെഗറ്റീവ്, പക്ഷെ അതൊരിക്കലും ആവാറില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അത് ഇംപ്രൂവ് ചെയ്യാറുള്ളൂ. ആർ സ്ക്വയറിനേക്കാളും ലോവർ ആയിരിക്കും എപ്പോഴും അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ വാല്യൂ, അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ. അപ്പോൾ ഇതും എന്തിനു വേണ്ടിയിട്ടാണ്, മറ്റേ ഇത് ടെസ്റ്റ് ചെയ്യാൻ, ഗുഡ്നെസ് ഓഫ് ഇറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ. അത് ആർ സ്ക്വയർഡ് പഠിച്ചാൽ മതി, അതിൻ്റെ ഒരു വേറെ വേർഷനാണ് അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ. നെക്സ്റ്റ് മെയിൻ ടോപ്പിക് ഇസ് സീരിയൽ കോറിലേഷൻ ഓർ ഓട്ടോ കോറിലേഷൻ. ഓൾറെഡി വി സ്റ്റഡിഡ് ഇൻ ദ തേർഡ് മൊഡ്യൂൾ. അഗൈൻ നേരത്തെ പറഞ്ഞ ആർ സ്ക്വയർഡും അഡ്ജസ്റ്റഡ് ആർ സ്ക്വയറും ഒക്കെ അവിടെയും പഠിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കൂ കേട്ടോ. അപ്പോൾ ഇറ്റ് ബിക്കംസ് ഈസി ഫോർ യു. അവിടെ ചോദിച്ചാലും ഇവിടെ ചോദിച്ചാലും ഒരുപാട് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈ സീരിയൽ കോറിലേഷൻ ഓർ ഓട്ടോ കോറിലേഷൻ വരുന്നത് എന്താ, OLS അസംഷൻ അല്ലേ. അസംഷൻ 4 OLS അസംഷൻ ഞാൻ വീണ്ടും പറയാൻ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. 7 അസംഷൻസ് ഉണ്ട്. അതിലെ 4ാമത്തെ അസംഷൻ പറയുന്നത് എന്താണ്, എറർ ടേം, ഡിഫറെൻറ്റ് ഒബ്സർവേഷൻ ഓഫ് ദ എറർ ടേം ആർ അൺകോറിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. അതായത് കോറിലേഷൻ ഇല്ല, യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളതാണ് അസംഷൻ പറയുന്നത്. അത് ട്രൂ ആണെങ്കിൽ ആ അസംഷൻ ഓക്കെയാണ്. അത് ട്രൂ അല്ലെങ്കിലാണ് നമ്മൾ പറയുന്നത് അതായത് എറർ ടേമിന് ബന്ധമുണ്ട്, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നെക്സ്റ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ പ്രീവിയസ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ ഓരോ ടൈം അനുസരിച്ച് അത് ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ എറർ ടേം value of the error term from one time period depends on some way to the other value of the error term in other time periods. We call it as what, serial correlation or auto correlation. നമ്മൾ വയലേറ്റ് ചെയ്യുകയാണ്, അസംഷൻ 4 വയലേറ്റ് ചെയ്തിട്ട് ഇത് ടൈം സീരീസ് അനുസരിച്ച് അല്ലെങ്കിൽ ടൈം പീരീഡ് അനുസരിച്ച് ദേ സംവാട്ട് റിലേറ്റഡ്, എറർ ടേം ആർ റിലേറ്റഡ് എന്ന് പറയുന്നതിനെയാണ് സീരിയൽ കോറിലേഷൻ ഓർ ഓട്ടോ കോറിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ എറർ ടേം ഡിപ്പെൻഡ് ചെയ്യുവാണെങ്കിൽ ഓട്ടോ കോറിലേഷൻ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അസംഷൻ 4. ഇനി ഇതിന് രണ്ട് രീതിയിൽ സീരിയൽ കോറിലേഷൻ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പ്യുവർ ആൻഡ് ഇംപ്യുവർ സീരിയൽ കോറിലേഷൻ. അപ്പോൾ പ്യുവർ ആദ്യം എന്താണെന്ന് പറയാം. പ്യുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിച്ച ക്ലാസിക്കൽ അസംഷൻ 4 എന്താണെന്ന് നോക്കാം. അതെന്താ, എറർ ടേം ഇ ഈക്വൽ ടു 0 ആണെങ്കിൽ ഡിപ്പെൻഡൻ്റ് അല്ല, എറർ ടേം ഇസ് അൺകോറിലേറ്റഡ് വിത്ത് ഈച്ച് അതർ. ഇതാണ് അസംഷൻ 4 പറയുന്നത്. പക്ഷേ ഈ എറർ ടേം ഇഫ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ദ എറർ simple correlation coefficient between any two observations of the error term. രണ്ട് ഒബ്സർവേഷനാണ് ആ EIയും EJ എന്നും പറയുന്നത്. അപ്പോൾ എക്സ്പെക്റ്റഡ് correlation coefficient of the two observation of the error term is not equal to 0 ആണെങ്കിൽ എറർ ടേം എന്തെന്ന് നമ്മൾ പറയാം, they are serially correlated. ഇത് ഈക്വൽ ടു 0 അല്ലെങ്കിലാണ് സീരിയലി കോറിലേറ്റഡ് അല്ലെങ്കിൽ ഓട്ടോ കോറിലേഷൻ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനെയാണ് പ്യുവർ സീരിയൽ കോറിലേഷൻ, അതായത് ഈക്വൽ ടു 0 അല്ല, വി കോൾ ഇറ്റ് എസ് എ പ്യുവർ സീരിയൽ കോറിലേഷൻ. ഓക്കെ, ഇനി ഇതിന് ഒരു ഫസ്റ്റ് ഓർഡർ സീരിയൽ കോറിലേഷൻ എന്ന് പറയാൻ കാരണം ദ കറണ്ട് വാല്യൂ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രീവിയസ് വാല്യൂ ഓഫ് ദ എറർ ടേം. നോക്കിയേ, ET ഈസ് ഈക്വൽ ടു റോ ET - 1 പ്ലസ് ന്യൂ എറർ. അതിൽ ഇത് ഈ ഇക്വേഷനെയാണ് ഫസ്റ്റ് ഓർഡർ മാർക്കോവ് സ്കീം അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ഇത് സീരിയൽ കോറിലേഷൻ എന്ന് പറഞ്ഞാലും മതി. അതിൽ റോ എന്ന് പറയുന്നത് P പോലെ എഴുതിയിരിക്കുന്നുണ്ടോ, റോ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അതിനെയാണ് ഫസ്റ്റ് ഓർഡർ ഓട്ടോ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ സീരിയൽ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മെഷേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് വൺ ഒബ്സർവേഷൻ ഓഫ് ദ എറർ ടേം ആൻഡ് ദ പ്രീവിയസ് ഒബ്സർവേഷൻ ഓഫ് ദ എറർ ടേം. രണ്ടുമായിട്ട് ഇത് ചെയ്യും.
ഇനി ഇ എന്ന് പറയുന്നത് എന്താ, എറർ ടേം ആണ്. എറർ ടേമിനെ പറ്റിയാണ് ഇ എന്ന് പറയുന്നത്. പിന്നെ ഈ റോയുടെ വാല്യൂ ഡിപ്പെൻസ് അപ്പോൺ സീരിയൽ കോറിലേഷൻ്റെ സ്ട്രെങ്ത് കൂടുതലാണോ കുറവാണോ എന്ന് പറയും. 0 ആണെങ്കിൽ നോ സീരിയൽ കോറിലേഷൻ, 1 അടുത്താണെങ്കിൽ ഹൈ ആയിട്ടുള്ള ഇതുണ്ടെന്നുള്ളതാണ്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്, റിലേഷൻ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. സോ ഇറ്റ്സ് വാല്യൂ ലൈസ് ബിറ്റ്വീൻ 6 പോലെ തന്നെ -1ൻ്റെയും 1ൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. പിന്നെ പറയുവാണെങ്കിൽ പ്യുവർ കോറിലേഷൻ അല്ലെങ്കിൽ സീരിയൽ കോറിലേഷൻ ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 2, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് സീരിയൽ കോറിലേഷൻ. അത് വേറെ ഒന്നുമില്ല, ഒരു എറർ ടേമിൻ്റെ നമ്മൾ എറർ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെയാണല്ലോ സീരിയൽ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എറർ ടേം നമുക്ക് പോസിറ്റീവ് കിട്ടി, നെക്സ്റ്റും പോസിറ്റീവ്, അതിൻ്റെ പ്രീവിയസും പോസിറ്റീവ്, അതായത് ഓരോ ടൈം പീരീഡ് കഴിയുമ്പോഴും സെയിം സൈൻ തന്നെയാണ് വരണമെങ്കിൽ, അതായത് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ആ നെഗറ്റീവ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വി കോൾ ഇറ്റ് ആസ് എ പോസിറ്റീവ് സീരിയൽ കോറിലേഷൻ, നോ സൈൻ ചേഞ്ച്, അതിനെയാണ് പോസിറ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് നെഗറ്റീവ്. സോ നെക്സ്റ്റ് ഇസ് നെഗറ്റീവ്. അതെന്താ, എറർ ടെൻഡൻസി മാറിക്കൊണ്ടിരിക്കും, പക്ഷേ സൈൻ നെഗറ്റീവ് ടു പോസിറ്റീവോ അല്ലെങ്കിൽ ബാക്ക് അഗെയിൻ ടു വേറെ ഏതെങ്കിലുമൊക്കെ സൈനായിട്ട് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് വി കോൾ ഇറ്റ് ആസ് എ നെഗറ്റീവ് സീരിയൽ കോറിലേഷൻ. അപ്പോൾ പ്യുവറിൽ നമ്മൾ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു. ഇനി ഒരെണ്ണം കൂടിയുണ്ട്, സീസണലി ബേസ്ഡ് സീരിയൽ കോറിലേഷൻ. അപ്പോൾ ചിലപ്പോൾ സംടൈംസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീരിയൽ കോറിലേഷൻ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം എഴുതാം, പ്യുവർ, ഇംപ്യുവർ, സീസണലി, പോസിറ്റീവ്, നെഗറ്റീവ്, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിൽ എഴുതാം. അപ്പോൾ സീസണലി ബേസ്ഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് മുമ്പത്തെ പ്രീവിയസ് അല്ല എടുക്കുന്നത്, പകരം ഒരു ക്വാർട്ടറിൽ എറർ എടുക്കും, ആ ഇയറിലെ തന്നെ പ്രീവിയസ് ക്വാർട്ടറിൻ്റെ ഒബ്സർവേഷൻ എടുക്കും, എറർ ടേം എടുക്കും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് സീസണലി ബേസ്ഡ് സീരിയൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then comes impure serial correlation. അപ്പോൾ പ്യുവർ കോറിലേഷൻ എന്തായിരുന്നു, എറർ ടേം എന്ന് പറയുന്ന ഒബ്സർവേഷൻ, രണ്ട് ഒബ്സർവേഷൻ്റെ എക്സ്പെക്റ്റഡ് കോറിലേഷൻ കോഫിഷ്യൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോഴാണ് പ്യുവർ എന്ന് പറയുന്നത്. ഇംപ്യുവർ സീരിയൽ കോറിലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് കോസ്ഡ് ബൈ ആൻ സ്പെസിഫിക്കേഷൻ എറർ, ഒരു എറർ ഉണ്ടാകുമ്പോഴാണ്. എപ്പോഴാണ് സ്പെസിഫിക്കേഷൻ എറർ, നമ്മൾ പഠിച്ചില്ലേ 4 ടൈപ്പ്, ഒമിഷൻ ഓഫ് എ റെലവൻറ്റ് വേരിയബിൾ, ഇൻക്ലൂഷൻ ഓഫ് ആൻ ഇറെലവൻറ്റ് വേരിയബിൾ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ തെറ്റിപ്പോകുമ്പോൾ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് തന്നെ ഇവിടെയും അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ എറർ കൊണ്ടുണ്ടാവുന്ന പ്രശ്നം കൊണ്ടാണ് ഇംപ്യുവർ സീരിയൽ കോറിലേഷൻ വരുന്നത്, അതായത് സച്ച് ആസ് ആൻ ഒമിറ്റഡ് വേരിയബിൾ ഓർ ആൻ ഇൻകറക്റ്റ് ഫങ്ഷണൽ ഫോം. അപ്പോൾ ഇത് ഇംപ്യുവർ സീരിയൽ കോറിലേഷൻ ഇസ് കോസ്ഡ് ബൈ എ സ്പെസിഫിക് എറർ ദാറ്റ് ഓഫൻ ക്യാൻ ബി കറക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഉണ്ടാവും കാരണം അത് ആ സ്പെസിഫിക്കേഷൻ എറർ കാരണമാണ്. പിന്നെ അതിൻ്റെ കുറേ ഫിഗേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ട്, പഠിക്കാൻ പറ്റുവാണെങ്കിൽ പഠിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ഡർബിൻ വാട്ട്സ് ഡി ടെസ്റ്റ്. ഇതും നമ്മൾ 3rd മൊഡ്യൂളിൽ ജസ്റ്റ് പഠിച്ചു. അപ്പോൾ ഈ പറഞ്ഞ സീരിയൽ കോറിലേഷൻ അല്ലെങ്കിൽ ഓട്ടോ കോറിലേഷൻ ഡിറ്റക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡർബിൻ വാട്ട്സൺ ഡി സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത്. എറർ ടേം എറർ ടേമിന് നോക്കും, അവർ തമ്മിൽ കണക്റ്റഡ് ആണോ, നേരെ പ്രീവിയസ് ആയിട്ട് ബന്ധമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുവാണ്, കോറിലേഷൻ ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡർബിൻ വാട്ട്സൺ. അപ്പോൾ ഇത് ആദ്യം ഫസ്റ്റ് ഓർഡർ സീരിയൽ കോറിലേഷൻ്റെ എറർ ടേം ഒരു ഇക്വേഷനായിട്ട് എക്സാമിൻ ചെയ്ത് അതിൻ്റെ റെസിഡ്യൂൾസ് ഒക്കെ നോക്കി ഈ രീതിയിലാണ് അത് ആദ്യം അസ്യൂം ചെയ്യുന്നത്. പിന്നെ അതിന് ശേഷം ഒരു ഇക്വേഷൻ രീതിയിലായിട്ട് അവർ എഴുതും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ, ഇപ്പോൾ പറഞ്ഞില്ലേ, റോ ഇസ് ഈക്വൽ ടു E1 ഇസ് ഈക്വൽ ടു റോ ET-1 തൊട്ട് പ്രീവിയസ്, ഫസ്റ്റ് ഓർഡർ എന്ന് പറയാൻ കാരണം അതാണ്, ഡിപ്പെൻസ് അപ്പോൺ ദ പ്രീവിയസ് പ്ലസ് ദ എറർ ടേം. ആ റോയുടെ വാല്യൂ നോക്കും, ഓട്ടോ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. ഇനി അതിനുശേഷം നമ്മൾ ഡർബിൻ വാട്ട്സിൻ്റെ ഫോമുല, അത് നമ്മൾ അവിടെയും പഠിച്ചതാണ്, ഞാൻ പറഞ്ഞു നിങ്ങളോട് ബൈ ഹാർട്ട് ചെയ്യണോ എന്നുള്ളത്. അവിടെ നമ്മൾ എനിക്ക് തോന്നുന്നു പഠിച്ചത് ut-1 the whole square ബൈ UT². ആ ഫോമിൽ തന്നെ ഇട്ടാൽ മതി, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേരിയബിളിൽ പറയണമെന്നേ ഉള്ളൂ. ഇതിനെയാണ് OLS റെസിഡ്യൂൾസ് എന്ന് പറയുന്നത്, ET എന്ന് പറയുന്നത്. മറ്റേത് അതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ളതാണ് ET-1 എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂസ് അവർ പറയുന്നുണ്ട്. നമുക്ക് ഇതിലൂടെയാണ് നമ്മൾ പോസിറ്റീവ് സീരിയൽ കോറിലേഷൻ ആണോ, നെഗറ്റീവ് ആണോ, നോ സീരിയൽ കോറിലേഷൻ ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ് ഇൻ D depends upon the D value. അതായത് if your D value is 0, it is extreme positive serial correlation. D value 4 ആണെങ്കിൽ എക്സ്ട്രീം നെഗറ്റീവ് സീരിയൽ കോറിലേഷൻ, അതിന് നടുക്ക് വരുന്ന 2 ആണെങ്കിൽ നോ സീരിയൽ കോറിലേഷൻ. ഇങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിലിപ്പോൾ കുറേ കാര്യങ്ങൾ പറയേണ്ട, അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതിനൊരു ഈ ഡർബിൻ വാട്ട്സൺ കഴിഞ്ഞിട്ട് നമ്മളൊരു D ടേബിളും കൂടി നോക്കും. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ ഈ D വാല്യൂസ് തന്നിട്ടുണ്ട്, ലോവർ വാല്യൂ അതിനെയാണ് DU, ലോവർ ക്രിട്ടിക്കൽ D വാല്യൂ DL, അതേപോലെ അപ്പർ ക്രിട്ടിക്കൽ വാല്യൂ DU എന്നും പറഞ്ഞ് നമ്മളെടുക്കും. ഈ വാല്യൂ അനുസരിച്ച് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുവാണ്. അവിടെ അവർ പറഞ്ഞേക്കണുണ്ടോ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഈ ഫോമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത D വാല്യൂ ആ ലോവർ D വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ നമ്മൾ നാൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ഇറ്റ്സ് ഗിവൺ ഇൻ യുവർ പേജ് 5.25, ആ 3 തന്നിരിക്കുന്നുണ്ടോ. അതേപോലെ
അല്ല, പക്ഷേ അപ്പർ വാല്യൂവിനേക്കാളും കുറവാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യും. അതിൻ്റെ ഇടയിലാണ് ആ ഡി വാല്യൂ, ലോവറിൻ്റെ അപ്പറിൻ്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ ഇൻകൺക്ലൂസീവ് എന്നുള്ള ഒരു ഡിസിഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡർബിൻ വാട്സൺ ഡി ടെസ്റ്റിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് മൾട്ടികൊലീനിയാരിറ്റി. ഇതും നമ്മൾ അസംഷനിൽ പറയേണ്ട, ഐ തിങ്ക് ഇൻ അസംഷൻ 6 തോന്നുന്നുണ്ട് മൾട്ടികൊലീനിയാരിറ്റി. അപ്പം നമ്മൾ അവിടെ പഠിച്ച അസംഷൻസ് 3 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മൾട്ടികൊലീനിയാരിറ്റി, ഓട്ടോ കോറിലേഷൻ, ഇനി ഒരെണ്ണം കൂടി വരുന്നുണ്ട് ഹെട്രോസിഡാസ്റ്റിസിറ്റി, അല്ലേ? ആ 3 ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളതാണ്. ഇത് പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, അല്ലേ? പല ടോപ്പിക്സിൽ ഇത് വീണ്ടും വീണ്ടും വരുന്നുണ്ട്. So what is multicollinearity? The situation where the explanatory variables are highly intercorrelated is referred to as multicollinearity. അതായത് പെർഫെക്റ്റ് ആവരുത്. When the explanatory variables are highly intercorrelated, it becomes difficult to disentangle the separate effect of each of the explanatory variables on the explained variable. The practical questions we need to ask are how high these intercorrelations have to cause problem in our inference about the individual intercorrelation among the explanatory variables need not necessarily create a problem, and some solution often suggested that multicollinearity problem can actually lead us to a wrong track. അപ്പോൾ ഇത് വേറെ കൂടുതലൊന്നും പറയാനില്ല. നമ്മൾ അവിടെ പഠിച്ചത് എന്താ, ഒരിക്കലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് പെർഫെക്റ്റ് ആവരുതെന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. പെർഫെക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിന് ഇതുണ്ടോ അവിടെ പറയുന്നത് എന്താ, OLS മോഡൽ ഇംപെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ അവിടെ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. പെർഫെക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒത്തിരി ഹൈ ആണെങ്കിൽ അത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. പെർഫെക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ്, +1ഉം -1ഉം ആവരുത്, അപ്പോഴാണ് പെർഫെക്റ്റ് ആവുന്നത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലത്തിനെയാണ് മൾട്ടികൊലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടികൊലീനിയാരിറ്റി ഉണ്ടാകുന്നതും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അതിനായിട്ട് വേറെ ടെസ്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്. സോ മൾട്ടികൊലീനിയാരിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ VIF എന്ന് പറയും. നമ്മൾ ലാസ്റ്റ് ടൈം ഓൾസോ ഇത് ചോദിച്ചതാണ്. വാട്ട് ഈസ് VIF? വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടേഴ്സ്. മൾട്ടികൊലീനിയാരിറ്റി ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ VIF. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയോ എല്ലാം എന്താണെന്ന്? അതായത് ആദ്യം നമ്മൾ പറഞ്ഞത് എന്താ, ഓട്ടോ കോറിലേഷൻ, അല്ലേ? ആ ഓട്ടോ കോറിലേഷൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ സീരിയൽ കോറിലേഷൻ അത് ടെസ്റ്റ് ചെയ്യാനുള്ളതാണ് ഡർബിൻ വാട്സൺ ഡി ടെസ്റ്റ്. പിന്നെ മൾട്ടികൊലീനിയാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ റിഗ്രഷൻ ലൈൻ, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് R²ഉം അഡ്ജസ്റ്റഡ് R². അങ്ങനെ ഓരോന്നും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ, അപ്പോൾ VIF is various inflation factor used for diagnosing collinearity or multicollinearity. This quantifies the extent of correlation between one predictor and the other predictors in the model. Quantify ചെയ്യും, എത്രത്തോളം ഉണ്ട്, സ്ട്രെങ്ത് എത്രയാണെന്നുള്ളത് പറയും. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് VIF എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു എറർ ലീനിയർ റിഗ്രഷനിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ എറർ ഉണ്ടാവാൻ സാധ്യത 4 കേസസ് ഉണ്ട്. ഒന്ന് എമൗണ്ട് ഓഫ് നോയ്സ് കൂടുതലാണെങ്കിൽ ഹയർ ആയിരിക്കും സ്റ്റാൻഡേർഡ് എറർ. പിന്നെ വേരിയൻസ് കൂടുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ സ്മോൾ ആയിരിക്കും. തേർഡ് എന്താ, സാമ്പിളിംഗ് മെക്കാനിസം, അതായത് സ്മോളർ ദ സാമ്പിൾ സൈസ് ആണെങ്കിൽ ബിഗ്ഗർ ആയിരിക്കും സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. പിന്നെ പ്രഡിക്റ്റർ, ഹൗ ദ പ്രഡിക്റ്റർ ഈസ് കോറിലേറ്റഡ് വിത്ത് അതർ പ്രഡിക്റ്റേഴ്സ്, എത്രത്തോളം കോറിലേറ്റഡ് ആണ്, അതിൻ്റെ അർത്ഥത്തിലും എറർ സംഭവിക്കും. സോ ഹൗ വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് ദിസ് VIF ഇസ് യൂസിങ് ദ ഫോർമുല 1/1 - R². R² സ്റ്റാറ്റസിന് 1 എന്ന് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ് വേരിയൻസ് ഇൻഫ്ലേഷൻ കാണുന്നത്. 1/1 - R² എന്നുള്ള രീതിയിലാണ് ഫോർമുല യൂസ് ചെയ്ത് കാണുന്നത്. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ, ഇതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്, ഈ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ, ഈ VIF വാല്യൂ ഓഫ് 1 മീൻസ് ദാറ്റ് ദ പ്രഡിക്റ്റർ ഇസ് നോട്ട് കോറിലേറ്റഡ്. 1 ആണെങ്കിൽ കോറിലേറ്റ് ചെയ്തിട്ടില്ല പ്രഡിക്റ്റർ. ഹയർ ദ വാല്യൂ ആണ്, അതായത് ഗ്രേറ്റർ ദ കോറിലേഷൻ ഓഫ് ദ വേരിയബിൾ വിത്ത് അതർ വേരിയബിൾസ്, അങ്ങനെയാണെങ്കിൽ വാല്യൂ കൂടുവാണെങ്കിൽ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. മോർ ദാൻ 4 or 5 ആണെങ്കിൽ റിഗാർഡഡ് ആസ് മോഡറേറ്റ് ടു ഹൈ. വാല്യൂ 10 അതിന് മേലെയാണ് വരണമെങ്കിൽ ഏറ്റവും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഹൈ, VIF ഫാക്ടർ വെരി ഹൈ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. So far we discussed about the two main problems, that is autocorrelation or serial correlation and multicollinearity. ഇനി ഒരു പ്രോബ്ലം കൂടി നമ്മൾ അസംഷനിൽ പറഞ്ഞില്ലേ, ഏതായിരുന്നു, heterosidasticity. സോ ആ ഒരു പ്രോബ്ലം കൂടി ഇതിൽ വരുന്നുണ്ട്. എന്തായിരുന്നു heterosidasticity? മീൻസ് the variances of the error terms are not constant. Error term is constant. എല്ലാ ഒബ്സർവേഷനിലും വേരിയൻസ് ഓഫ് ദ എറർ ടേം ആർ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതായിരുന്നു വി സ്റ്റഡീഡ് ഇൻ അസംഷൻ 5 ഓഫ് OLS.
അത് നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, ഒബ്സർവേഷൻ ടു ഒബ്സർവേഷൻ ഇറ്റ്സ് നോട്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിലാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട് ഹെട്രോസെഡാസിറ്റി അല്ലേ, ഹെട്രോസെഡാസ്റ്റിസിറ്റി എന്ന് പറയുന്നു. അപ്പോൾ ഈ ഹെട്രോസെഡാസ്റ്റിസിറ്റി നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി വി യൂസ് എ തിങ് എന്ന് പറഞ്ഞാൽ കോറിലോഗ്രാം എന്നാണ് ഞാൻ പറയുന്നത്. കോറിലോഗ്രാം എന്ന് പറയുന്നത് ചെക്ക് ചെയ്യാനായിട്ടാണ് ഡാറ്റ സെറ്റ് ഈ പറഞ്ഞ വേരിയൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഓരോ ടൈം അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ടോ. ഇത് ഈ കോറിലോഗ്രാമിൽ ഓട്ടോ കോറിലേഷനും കൂടി നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ദേ ഹാവ് ഗിവൻ സോ മെനി അതർ ക്വസ്റ്റ്യൻസ് ഓൾസോ. ഡാറ്റ റാൻഡം ആണോ, അഡ്ജസൻറ്റ് ഒബ്സർവേഷനായിട്ട് റിലേറ്റഡ് ആണോ, ഇങ്ങനത്തെ വൈറ്റ് നോയ്സ് ഉണ്ടാക്കുന്നുണ്ട്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളും കൂടി ഇതിലോടൊപ്പം ചോദിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഓരോ ഇതിനും ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഡർബിൻ വാട്സൺ ഡി ടെസ്റ്റ്, പിന്നെ R² ടെസ്റ്റ്, അഡ്ജസ്റ്റഡ് R² ടെസ്റ്റ്, VIF, മൾട്ടിക്കുലിനിയാരിറ്റി നോക്കാൻ VIF, സീരിയൽ കോറിലേഷൻ നോക്കാൻ ഡർബിൻ വാട്സൺ ഡി ടെസ്റ്റ്, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് കണ്ടുപിടിക്കാനാണ് R²ഉം അഡ്ജസ്റ്റഡ് R². അതേപോലെ തന്നെ ഹെട്രോസെഡാസ്റ്റിസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈറ്റ്സ് ഹെട്രോസെഡാസ്റ്റിസിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒന്നുമില്ല, വേറെ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഇതിൽ അഡീഷണലായിട്ട് കുറേ സംഭവങ്ങൾ തന്നിട്ടുണ്ട്, നിങ്ങളിത് മാത്രം പറഞ്ഞാൽ മതി. വാട്ട് ഇസ് ഹെട്രോസെഡാസ്റ്റിസിറ്റി എന്ന് പറയാം, അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഇതാണ് മെത്തേഡാണ് വൈറ്റ് ഹെട്രോസെഡാസ്റ്റിസിറ്റി ടെസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഈ മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ പ്രോബ്ലംസ് കൂടി നോക്കുക. പിന്നെ ഒരു അനോവയും കൂടി ഉണ്ട്, ആ അനോവ ഞാൻ നെക്സ്റ്റ് SPSS കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ.